പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന് സുവിശേഷം 24 അധ്യായം 45 വാക്യം. യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവൻ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു. യേശു കർത്താവിൻ്റെ മരണപുനരുത്ഥാനങ്ങളിൽ കൂടെ പാപമോചനവും മാനസാന്തരവും ലഭിക്കുമെന്നുള്ള ദൈവിക സത്യങ്ങളെ വിളിച്ചു പറയുവാൻ അവരെ ഉപദേശിച്ചു. പ്രിയമുള്ളവരെ, മരണത്തെയും പാതാളത്തെയും ജയിച്ചടക്കിക്കൊണ്ട് നമ്മുടെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർപ്പിക്കയില്ല എന്ന് വാദിച്ച ഒരു വലിയ സമൂഹം ചുറ്റുപാട് നിൽക്കുമ്പോൾ, നിയമങ്ങൾ ചുറ്റുപാട് നിൽക്കുമ്പോൾ, അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഈ പാതാളമേ നിന്റെ വിഷമുള്ളെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ജയം വരിച്ചവനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നാമും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഭക്തന്മാർ, ക്രിസ്തുവിനോടുകൂടെ പങ്കാളിത്തമുള്ള ദൈവഭക്തന്മാർ നിശ്ചയം ഉയർത്തെഴുന്നേൽക്കും. നാമും ഉയർത്തെഴുന്നേറ്റ നിത്യതയിൽ ക്രിസ്തുവേശുവിനോടുകൂടെ വാഴുവാനിടയായിത്തീരും. ഈ തിരുവെഴുത്തുകളെ മനസ്സിലാക്കുവാൻ യേശു കർത്താവ് നമ്മുടെ ബുദ്ധിയെ തുറക്കുന്നു. രാവിലെ സമയം ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനങ്ങളെ കൊണ്ടാടുമ്പോൾ, ഓർമ്മിക്കുമ്പോൾ ക്രിസ്തുവിനുമായി പങ്കാളിത്തമുണ്ടോ? ക്രിസ്തു പറഞ്ഞ ഉപദേശമായ മാനസാന്തരവും പാപമോചനവും നമ്മളിൽ വന്നിട്ടുണ്ടോ? ക്രിസ്തുവേശുവുമായുള്ളൊരു പങ്കാളിത്തം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഈ ഓർമ്മകളെല്ലാം വ്യർത്ഥമായി തീരും. ആമേൻ.